Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനും ചേർന്ന് നടത്തിയ കളരിപ്പയറ്റ് സംസ്ഥാന മത്സരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന മത്സരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷനും ചേർന്ന് നടത്തിയ കളരിപ്പയറ്റ് സംസ്ഥാന മത്സരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. മന്ത്രി വി ശിവൻകുട്ടി മത്സരം ഉദ്ഘാടനം ചെയ്തു. ഇക്കഴിഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ആദ്യമായി കളരിപ്പയറ്റിനെ ഉൾപ്പെടുത്തുവാനും അത് വിജയകരമായി പൂർത്തിയാക്കുവാനും വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞെന്നും കളരിപ്പയറ്റിന്റെ പ്രോത്സാഹനത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 40-ൽ പരം കുട്ടികൾ കണ്ണൂർ ജില്ലയിൽ നിന്നും മത്സരത്തിൽ പങ്കെടുത്തു. സ്പോർട്സ് കളരിപ്പയറ്റ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കോട്ടൂർ പ്രകാശൻ ഗുരുക്കൾ, കുന്നരു ഗംഗാധരൻ ഗുരുക്കൾ, മോഹനൻ ഗുരുക്കൾ, ബാബുരാജ് ഗുരുക്കൾ, മനോഹരൻ ഗുരുക്കൾ എന്നിവർ കണ്ണൂർ ജില്ലാ ടീമിനെ നയിച്ചു. കോട്ടൂർ ജ്യോതിസ് കളരി സംഘം, കുന്നരു ജീവ കളരി സംഘം, പയ്യന്നൂർ നവജീവ കളരി തുടങ്ങി 11ഓളം കളരികളിലെ കുട്ടികൾ മത്സരത്തിൽ മാറ്റുരച്ച് സമ്മാനങ്ങൾ നേടി. അധ്യാപകരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന കേട്ടറ്റ് തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചെറുവത്തൂർ ഉപജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. LSS USS പരീക്ഷകളുടെ പേരുമാറ്റി CM പരീക്ഷയാക്കി വിദ്യാർത്ഥികളെ നിരാശരാക്കുന്ന തരത്തിൽ സ്കോളർഷിപ്പ് പരീക്ഷാരീതികൾ മാറ്റാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് സമ്മേളനം അംഗീകരിച്ച മറ്റൊരു പ്രമേയത്തിൽ ആവശ്യമുന്നയിച്ചു. തൃക്കരിപ്പൂർ KMK ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ ദിവസം കഴിയുന്തോറും കേരളം ഭരിക്കുന്ന ഈ സർക്കാരിന്റെ ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. പക്ഷേ ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശരിയായ ദിശയിൽ അന്വേഷണവുമായി മുമ്പോട്ട് പോയി മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ CPMന്റെ ഉന്നത നേതാക്കന്മാരുടെ അടുക്കലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ ഈ അന്വേഷണം എത്തുമ്പോൾ അതിനെ തകിടം മറിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. ഒരു തർക്കവുമില്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ശബരിമല എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠമായ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ വിശ്വാസത്തെ വഞ്ചിക്കുന്ന രൂപത്തിൽ. ഉപജില്ലാ പ്രസിഡന്റ് MB ജയകുമാർ അധ്യക്ഷത വഹിച്ചു. KPST സംസ്ഥാന വൈസ് പ്രസിഡന്റ് GK ഗിരീഷ് മുഖ്യപ്രഭാഷണം നടത്തി. TMK വിഷ്ണു നമ്പീശൻ സ്മാരക അധ്യാപക പുരസ്കാര ജേതാവ് P ശശിധരൻ മാസ്റ്ററെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം AV ഗിരീശൻ അനുമോദിച്ചു. ഉപജില്ലാ സെക്രട്ടറി CP പ്രീതി, ട്രഷറർ A രവീന്ദ്രൻ, റവന്യൂ ജില്ലാ ഭാരവാഹികളായ T മധുസൂദനൻ, K സുഗതൻ, കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KK സജിത്ത് എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സമ്മേളനം KPST സംസ്ഥാന നിർവാഹക സമിതി അംഗം P ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. KV വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KPST കാസർഗോഡ് ജില്ലാ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. K രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സഹ്യപർവ്വത നിരകളുടെ വന്യമായ സൗന്ദര്യവും ഐതിഹ്യങ്ങൾ ഉറങ്ങുന്നതുമായ കുന്നത്തൂർ പാടിയിൽ മുത്തപ്പ ദർശനത്തിനായി ഭക്തജന തിരക്ക്. ഭക്തിയുടെയും പരിസ്ഥിതി സൗഹൃദത്തിന്റെയും ഉത്തമ ഉദാഹരണമായി മാറുകയാണ് പ്രകൃതിയോട് ഇഴുകിച്ചേർന്ന് ആഡംബരങ്ങളില്ലാതെ നടക്കുന്ന കുന്നത്തൂർ പാടി മുത്തപ്പൻ മടപ്പുര മഹോത്സവം. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും മടപ്പുരകളിൽ നിന്നും വ്യത്യസ്തമായി കൽവിളക്കുകളും ഓലമേഞ്ഞ പന്തലുകളും കാടിന്റെ തനിമയും നിലനിർത്തിക്കൊണ്ടാണ്
കുന്നത്തൂർപ്പാടിയിലെ ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. വനത്തിനുള്ളിലെ ഈ പുണ്യഭൂമിയിൽ മുത്തപ്പനും തിരുവപ്പനും മൂലംപറ്റ ഭഗവതിയും കെട്ടിയാടുമ്പോൾ കാണാനെത്തുന്ന ഭക്തലക്ഷങ്ങൾക്കും അതൊരു വേറിട്ട അനുഭവമാണ്. കുന്നത്തൂർപ്പാടിയിൽ നിന്നും ലഭിക്കുന്ന പ്രസാദത്തിനുമുണ്ട് ഒരു പ്രത്യേക രുചിയും വിശുദ്ധിയും. പാരമ്പര്യമായി നൽകി വരുന്ന അവിലിനോടൊപ്പം പുഴുങ്ങിയ കടല, തേങ്ങാക്കൊത്ത് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. ലാളിത്യത്തിന്റെ പ്രതീകമായ ഈ പ്രസാദം കഴിക്കാനായി ഭക്തർ ഏറെ നേരം കാത്തു നിൽക്കാറുണ്ട്. പ്ലാസ്റ്റിക്കിന്റെയോ മറ്റ് കൃത്രിമ വസ്തുക്കളുടെയോ അതിപ്രസരമില്ലാത്ത ഉത്സവമാണ് കുന്നത്തൂർപ്പാടിയിലേത്. പ്രസാദം നൽകുന്ന രീതിയിൽ പോലും ഈ പരിസ്ഥിതി ബോധം കാണാം. ഭക്തർക്ക് പ്രസാദം നൽകുന്ന പാത്രത്തിനുമുണ്ട് പ്രത്യേകത. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന ഇലകൾ കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളിലാണ് പ്രസാദം വിളമ്പുന്നത്. ഉപയോഗശേഷം ഉപേക്ഷിച്ചാലും ഈ ഇലകൾ മണ്ണിൽ അലിഞ്ഞു ചേരുന്നു എന്നത് പരിസ്ഥിതി ആഘാതം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ പങ്കെടുക്കാൻ കേരളത്തിനകത്തും പുറത്തുനിന്നുമായി ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ദർശനം നൽകുന്ന മുത്തപ്പന്റെ സന്നിധിയിൽ ഈ നാളുകളിൽ വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുത്തപ്പൻ തന്റെ ചരിത്രപരമായ യാത്ര തുടങ്ങിയ ഇടം എന്ന നിലയിൽ ഭക്തർക്ക് കുന്നത്തൂർപ്പാടി അതീവ പ്രാധാന്യമുള്ള പുണ്യകേന്ദ്രമാണ്. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിലെ കുഴിയിൽ വീണ് ലോറി ബ്രേക്ക് ഡൌൺ ആയി. കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് കെമിക്കലുമായി പോകുന്ന ടാങ്കർ ലോറിയാണ് പാലത്തിൽ നിന്നത്. ഇത് ഏറെ ഗതാഗത കുരുക്കിന് ഇടയാക്കി. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലത്തിൽ ശനിയാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തേക്ക് കെമിക്കലുമായി വരികയായിരുന്ന ടാങ്കർ ലോറിയാണ് കുഴിയിൽ വീണ് ബ്രേക്ക് ഡൌൺ ആയത്. ഇതോടെ പാലത്തിൽ വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടു. മണിക്കൂറുകളോളമാണ് വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ടായത്. മേൽപ്പാലത്തിലെ കുഴിയിൽ വീണ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും കേടുപാടുകൾ സംഭവിക്കുന്നതും പതിവ് കാഴ്ചയാണ്. പാലത്തിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ജനങ്ങളുടെ ആവശ്യം നടപ്പിലായിട്ടില്ല. അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ കണ്ണടക്കുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും സമാനമായ രീതിയിൽ ഒരു ചരക്ക് ലോറി പാലത്തിൽ ബ്രേക്ക് ഡൌൺ ആയിരുന്നു. ലോറി അവിടെ പാലത്തിന്റെ മുകളിൽ ബ്രേക്ക് ഡൗൺ ആയിട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ വണ്ടികൾക്കൊന്നും ഇപ്പോൾ പോകാൻ പറ്റുന്നില്ല. പോരാണ്ട് ഈ റോഡിൻ്റെ വളവും അതുപോലെ തന്നെ വീതി കുറവും ഇല്ലതുകൊണ്ട് വേറൊരു വണ്ടിക്ക് ഓവർടേക്ക് ചെയ്ത് പോകാനും പറ്റില്ല. പിന്നെ ഇത് ഏറ്റവും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിക്ക് ട്രാഫിക് പോലീസോ അല്ലെങ്കിൽ പോലീസോ വന്ന് നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ ഇതിപ്പോൾ കണ്ണൂർ വളവട്ടണ പാലം വരെ ബ്ലോക്കായി കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് എത്രയും പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ നമുക്ക് നാഷണൽ വേസ്റ്റ്, ഡീസൽ നഷ്ടം, പെട്രോൾ നഷ്ടം, ജനങ്ങളുടെ സമയം നഷ്ടം, അങ്ങനെ കുറേ നഷ്ടങ്ങളുള്ള സമയം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വന്ന് ഇത് പരിഹരിക്കാൻ വേണ്ടി പോലീസുകാർ ശ്രമിക്കാൻ വേണ്ടി നോക്കണം. അതേ ഇതിനുള്ള ഒരു പരിഹാര മാർഗമുണ്ട്. അല്ലാണ്ട് നമ്മൾ ഇത്രയും കിടന്നിട്ട് ഓരോ ആൾക്കാരെ ബുദ്ധിമുട്ടി പോവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മഞ്ഞണിഞ്ഞ ധനുമാസ രാവിൽ ഭക്തിയുടെയും ആചാരപ്പെരുമയുടെയും നിറവിൽ സുമംഗലികളും കന്യകമാരും തിരുവാതിര ആഘോഷിച്ചു. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രകോവിൽ ശിവക്ഷേത്രത്തിൽ നടന്ന തിരുവാതിരക്കളി ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമായ മറ്റ് ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ഭർത്താവിന്റെ ദീർഘായുസ്സിനുമായി സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതങ്ങളിലൊന്നാണ് ധനുമാസത്തിലെ തിരുവാതിര. ധനുവിലെ അശ്വതി നക്ഷത്രം മുതൽ പുണർദം വരെയുള്ള 7 നാളുകളാണ് ഈ വ്രതം നീണ്ടു നിൽക്കുന്നത്. മംഗല്യഭാഗ്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ശിവപാർവതി പ്രീതിക്കായാണ് ഈ അനുഷ്ഠാനം നടത്തുന്നത്. പയ്യന്നൂർ ശ്രീ നമ്പ്യാത്രകോവിൽ ശിവക്ഷേത്രത്തിൽ നടന്ന തിരുവാതിരക്കളി ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമായ മറ്റ് ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി. ക്ഷേത്രമുറ്റത്തൊരുക്കിയ നിലവിളക്കിന് ചുറ്റും കയ്യിൽ താലവും ചിരാതുമേന്തി സ്ത്രീകൾ അവതരിപ്പിച്ച ചുവടുകൾ കാണികൾക്ക് മനോഹരമായ കാഴ്ചയായി. മുതിർന്നവരും കുട്ടികളുമടക്കം നിരവധി ടീമുകളാണ് തിരുവാതിരക്കളിയിൽ പങ്കെടുത്തത്. കയ്യിൽ താലവും ജ്വലിക്കുന്ന ചിരാതുകളുമായി നിലവിളക്കിന് ചുറ്റും വട്ടം ചുറ്റി സ്ത്രീകൾ മനോഹരമായ ചുവടുകൾ വെച്ചു. പ്രായഭേദമന്യേ നിരവധി സ്ത്രീകൾ ഈ കലാരൂപത്തിന്റെ ഭാഗമായി. വ്രതശുദ്ധിയോടെ എത്തിയവർ ഭഗവത് സ്തുതികൾ പാടി നൃത്തം ചവിട്ടിയത് ക്ഷേത്രത്തിൽ ഉത്സവ പ്രതീതി ജനിപ്പിച്ചു. തുടിപ്പും കുളിയും പാതിര പൂച്ചൂടൽ തുടങ്ങിയ ആചാരങ്ങളോടെയാണ് തിരുവാതിര ആഘോഷിക്കുന്നത്.
ചടങ്ങുകളുടെ ഭാഗമായി നടന്ന തിരുവാതിരക്കളിയിൽ നിരവധി സ്ത്രീകൾ പങ്കാളികളായി. പയ്യന്നൂരിലെ സാംസ്കാരിക കൂട്ടായ്മകളും ഭക്തജനങ്ങളും ഒത്തുചേർന്നതോടെ പയ്യന്നൂർ നമ്പ്യാത്രക്കൊവൽ ശിവക്ഷേത്രത്തിലെ ഇത്തവണത്തെ തിരുവാതിര ആഘോഷം അവിസ്മരണീയമായി മാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് പരിധിയിൽപ്പെട്ട ചെറുപുഴ തിരുനെറ്റിക്കൽ എന്ന സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ് മരണപ്പെട്ട ആനക്കുട്ടിയുടെ ജഡം പുറത്തെടുത്ത് മറവു ചെയ്തു. കിണറ്റിലേക്കുള്ള വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിലാണ് ജോസ്ഗിരി മരുതുന്തട്ടിലെ പള്ളിക്കുന്നൽ മഹേഷിന്റെ കൃഷിയിടത്തിലെ കിണറ്റിൽ കാട്ടാനക്കുട്ടി വീണത്. കിണറ്റിൽ പൈപ്പിട്ടാണ് മഹേഷും അയൽവാസികളും വെള്ളം ശേഖരിച്ചിരുന്നത്. എന്നാൽ വ്യാഴാഴ്ച പൈപ്പിലൂടെ ചുവന്ന വെള്ളം വന്നതിനെ തുടർന്ന് മഹേഷ് എത്തി നോക്കിയപ്പോഴാണ് കിണറ്റിൽ ആനക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടത്. തുടർന്ന് അധികൃതരെ വിവരം അറിയിച്ചു. എന്നാൽ രാത്രിയായതിനാൽ ആനക്കുട്ടിയുടെ ജഡം പുറത്തെടുക്കാൻ സാധിച്ചില്ല. 5 മണിക്കൂർ നീണ്ട കഠിന പ്രയത്നത്തിനൊടുവിലാണ് കിണറ്റിൽ വീണ് ചത്ത കാട്ടാനക്കുട്ടിയുടെ ജഡം പുറത്തെടുത്തത്. സ്ഥലത്തെത്തിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാ സേനാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് നടത്തിയ പ്രയത്നത്തിനൊടുവിലാണ് ജഡം കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. ചത്ത ആനക്കുട്ടിക്ക് 1 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ. തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ചർ സനൂപ് കൃഷ്ണൻ, ഫോറസ്റ്റർ എം രഞ്ജിത്ത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ ജിജേഷ്, ഷാഫി, നികേഷ്, സൗമ്യ, ഷമിന, സുജിത്ത്, മുകേഷ്, RRT ഡെപ്യൂട്ടി റേഞ്ച് ഷൈനികുമാർ, പെരിങ്ങോം അഗ്നിശമന കേന്ദ്രം ജീവനക്കാരായ ഐ ഷാജീവ്, എം ജയേഷ് കുമാർ, പി ജയേഷ്, നൌഫൽ, കെ മനോജ് കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആനക്കുട്ടിയുടെ ജഡം കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണയ്ക്കായി കലാസാംസ്കാരിക സംഘടനയായ ഫേസ് മാതമംഗലം 2014 മുതൽ നൽകിവരുന്ന കേസരി നായനാർ പുരസ്കാരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് ജനുവരി 25-ന് മാതമംഗലത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. മലയാളത്തിലെ ആദ്യ ചെറുകഥാകാരനും സാമൂഹ്യ പരിഷ്കരണവാദിയുമായിരുന്ന വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ സ്മരണയ്ക്കായി കലാസാംസ്കാരിക സംഘടനയായ ഫേസ് മാതമംഗലം 2014 മുതൽ നൽകിവരുന്ന കേസരി നായനാർ പുരസ്കാരത്തിന് ഇത്തവണ ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അർഹനായി. ഗായകൻ വി ടി മുരളി, ഗായിക സിതാര, ഡോക്ടർ ജിനേഷ് കുമാർ എരമം എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. സംഗീത രംഗത്ത് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. കേരളീയതയും മലയാളിത്വവും നിറഞ്ഞ ഗാനങ്ങളുടെ രചനയിലൂടെയും സംഗീത കച്ചേരികളിലൂടെയും ആസ്വാദകർക്ക് നവ്യാനുഭവങ്ങൾ പകർന്ന അനിതര സാധാരണമായ പ്രതിഭയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. വടക്കൻ കേരളത്തിന്റെ ദേശസംസ്കൃതിയെ അദ്ദേഹം ചലച്ചിത്ര ഗാനങ്ങളിൽ അടയാളപ്പെടുത്തിയതായും ജൂറി നിരീക്ഷിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങിയതാണ് പുരസ്കാരം. 2026 ജനുവരി 25-ന് മാതമംഗലത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം വിതരണം ചെയ്യും. കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പുരസ്കാര സമിതി ചെയർമാൻ സി സത്യപാലൻ, ജൂറി അംഗം ഡോക്ടർ ജിനേഷ് കുമാർ എരമം, ഫേസ് സെക്രട്ടറി പി ദാമോദരൻ, സമിതി കൺവീനർ സുനുകുമാർ KV, കെ മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മാടായി മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് ചെറുതാഴം കുന്നുംബ്രം ബാലവേദി ശാസ്ത്ര പരീക്ഷണ വണ്ടിയുമായി പര്യടനം തുടങ്ങി. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 2026 ജനുവരി 17-18 തീയതികളിൽ നടത്തുന്ന മാടായി മേഖലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി ചെറുതാഴം കുന്നമ്പ്രം പ്രദേശത്തെ ബാലവേദി കുട്ടികളാണ് ഗ്രാമങ്ങളിലേക്ക് ശാസ്ത്ര പരീക്ഷണ വണ്ടിയുമായി പുറപ്പെടുന്നത്. വേദിക PK, ഹരിനന്ദ് PK, ദർശന K, അമൽദേവ് T, അഭിറാം KS, ദേവപ്രസാദ് KV എന്നീ വിദ്യാർത്ഥികളാണ് ഈ ശാസ്ത്രവണ്ടിയിൽ പരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നത്. ചെയർമാൻ പ്രീതി VV, കൺവീനർ നന്ദിനിക്കുട്ടി PK, സംഘാടക സമിതി ചെയർമാൻ MV രവി, ജനറൽ കൺവീനർ ഷിജു KV എന്നിവരാണ് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത്. പരിഷത്ത് ജില്ലാ വിദ്യാഭ്യാസ കൺവീനർ പ്രസാദ് PV വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി. ജലധാര, തീപ്പെട്ടിയില്ലാതെ കത്തുന്ന പൂക്കുറ്റി, നിത്യജീവിതത്തിലെ ആസിഡ് ആൽക്കലുകളുടെ നിറമാറ്റം, ജല റോക്കറ്റ്, ബലൂൺ റോക്കറ്റ്, പ്രകാശം, വായു, മർദ്ദം എന്നീ ശാസ്ത്രമേഖലയിലെ വിവിധ ലഘുപരീക്ഷണങ്ങൾ ലളിതമായി അവതരിപ്പിക്കുകയും അതിന്റെ ശാസ്ത്രതത്വങ്ങൾ വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. ചെറുതാഴം കുന്നമ്പ്രത്ത് വിദ്യാർത്ഥികളുടെ ആദ്യ അവതരണം നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സനൂപ് മോഹൻ ശാസ്ത്രവണ്ടി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മേഖലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ പ്രചരണ പരിപാടിയിൽ ചെറുതാഴം പഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി എന്ന നിലയിൽ നിങ്ങളെ വിളിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കുകയാണ്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ശാസ്ത്രബോധം ജനങ്ങളിലെത്തിക്കാൻ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരു ജനകീയ പ്രസ്ഥാനമാണ്. ശാസ്ത്രം ജനങ്ങളിലേക്ക്
എന്ന ആശയമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആത്മാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. PK നന്ദിനി ടീച്ചർ പരിപാടി വിശദീകരണം നടത്തി. വാർഡ് മെമ്പർ M ഗോവിന്ദൻ, പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം M ദിവാകരൻ, ജില്ലാ കമ്മിറ്റി അംഗം PV പ്രസാദ് എന്നിവർ സംസാരിച്ചു. ശാസ്ത്രബോധം ഉണർത്താനും ശാസ്ത്ര താൽപര്യം ജനിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയുമാണ് യാത്ര നടത്തുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ എടാട്ടുമ്മൽ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പുതുവത്സരാഘോഷത്തിൽ കേക്കിന് പകരം മുറിച്ചത് മധുരക്കിഴങ്ങ്. എടാട്ടുമ്മൽ VKC ഗ്രന്ഥാലയത്തിന് കീഴിലെ യോഗ ടീം നേതൃത്വത്തിലാണ് കേക്കിന് പകരമായി സ്വീറ്റ് പൊട്ടറ്റോ എന്ന മധുരക്കിഴങ്ങ് മുറിച്ച് പങ്കുവച്ചത്. പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ മധുരം നൽകാൻ തൃക്കരിപ്പൂർ എടാട്ടുമ്മലിലെ VKC വായനശാല ഗ്രന്ഥാലയം യോഗ ടീമിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചപ്പോഴാണ് വേറിട്ട നിർദ്ദേശം അംഗങ്ങളിൽ നിന്നുണ്ടായത്. അതോടെ കൃത്രിമ കളറുകളും മറ്റും ചേർത്ത് നിർമ്മിക്കുന്ന പരമ്പരാഗത രീതിയിലുള്ള കേക്ക് ഒഴിവാക്കി മധുരക്കിഴങ്ങ് വേവിച്ചെടുത്ത് കാരറ്റും ബീട്രൂട്ടും കക്കിരിയും മുറിച്ച് അലങ്കരിച്ച് കേക്ക് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിൽ പുതുവത്സരം ആഘോഷിക്കുകയും ചെയ്തു. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ് താലൂക്ക് ജോയിന്റ് സെക്രട്ടറി PV ദിനേശൻ, ഗ്രന്ഥാലയം സെക്രട്ടറി TV ഷീജ, സിന്ദൂര സത്യൻ, M ലീന, ഉഷ അശോകൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. 30 വർഷം നീണ്ട സൈനിക സേവനത്തിനു ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ജവാൻ വെങ്ങരയിലെ ഇട്ടമൽ സജിത്തിന് ടീം കണ്ണൂർ സോൾജിയേഴ്സും സുഹൃത്തുക്കളും പൗരാവലിയും ചേർന്ന് വരവേൽപ്പ് നൽകി. സ്വീകരണ ജാഥയിൽ നിരവധി പേർ അണിചേർന്നു. 30 വർഷം നീണ്ട സൈനിക സേവനത്തിനു ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ജവാൻ വെങ്ങരയിലെ ഇട്ടമൽ സജിത്തിന് ടീം കണ്ണൂർ സോൾജിയേഴ്സും സുഹൃത്തുക്കളും പൗരാവലിയും ചേർന്ന് സ്വീകരണം നൽകി. നവത വെങ്ങര പരിസരത്ത് നിന്ന് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നടന്ന സ്വീകരണ ജാഥയിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന ഉപഹാര സമർപ്പണത്തിലും ആദരവ് സമ്മേളനത്തിലും മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹനൻ കക്കോപ്രവൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ മടപ്പള്ളി മംഗള, ബാബു കുതിരുമ്മൽ, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച BP നാരായണൻ, ശ്രീജിത്ത് വെങ്ങര, C നാരായണൻ, KKR വെങ്ങര, TM വിജയൻ, രാജീവൻ KP, സജിത്ത് തറമൽ എന്നിവർ സംസാരിച്ചു. കല്ലേറ്റുംകടവ് യുവജന കലാസമിതി ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമന്തളി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് സ്വീകരണം സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. കല്ലേറ്റുംകടവ് യുവജന കലാസമിതി ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാമന്തളി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി തീർത്ഥാടനത്തിന്റെ സമയത്ത് ലോകത്തിലെ പല കോണുകളിൽ നിന്നും ആളുകൾ ശിവഗിരി തീർത്ഥാടനത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നു ചേരുന്ന ആരാധനാ കേന്ദ്രം എന്ന് പറയുന്നത് സർവമത ആരാധനാ കേന്ദ്രമായിട്ട് ഗണിക്കപ്പെടുന്ന ശബരിമലയാണ്. ദൈവസാന്നിധ്യം തെളിയിച്ചു വരുന്ന മനുഷ്യരോട് അത് നീ തന്നെയാണ് തത്വവസി എന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശബരിമല. രാമന്തളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് V ഷൈമ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി K ചന്ദ്രൻ, KPV രാഘവൻ, സുശാന്ത് K, NB പ്രഭാകരൻ, EV രമേശൻ, സുബിൻ ബാലകൃഷ്ണൻ, ജനപ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 5-ന് പയ്യന്നൂർ സ്കന്ദ ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയ P മനോഹരൻ നഗറിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള 12ാം കണ്ണൂർ ജില്ലാ സമ്മേളനം 2026 ജനുവരി 5-ന് തിങ്കളാഴ്ച പയ്യന്നൂർ സ്കന്ദ റെസിഡൻസിയിൽ P മനോഹരൻ നഗറിൽ നടക്കും. ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം രാവിലെ 10 മണിക്ക് M വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ സരിൻ ശശി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. GST ഉദ്യോഗസ്ഥർ, ചാർട്ടേഡ് അക്കൗണ്ട് പ്രതിനിധി, വ്യാപാരി നേതാക്കൾ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി K രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് പ്രതിനിധി സമ്മേളനം, മഹിളാ സംഗമം, പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടക്കും. വ്യാപാരി വ്യവസായ പ്രമുഖർ, GST ഉദ്യോഗസ്ഥർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ്, സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുൻ സംസ്ഥാന പ്രസിഡന്റ് VTV രാഘവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV ജയരാജൻ, ജില്ലാ പ്രസിഡന്റ് C കുമാരൻ,
ജില്ലാ സെക്രട്ടറി എൻ ഷാജി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ഇ മണിപ്രസാദ്, അരുൺകുമാർ, വൈസ് പ്രസിഡന്റ് ഇ രവീന്ദ്രൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഭാസ്കരൻ കെ പി, രാജേഷ് കുമാർ, സനേഷ് എൻ എം എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ബ്ലൂ സ്റ്റാർ ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി സംഘാടക സമിതി രൂപീകരണ യോഗം പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്നു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലൂ സ്റ്റാർ ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി സംഘാടക സമിതി രൂപീകരണ യോഗം ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. ലീഗിൽ രജിസ്റ്റർ ചെയ്ത് ഔദ്യോഗിക കളിയുടെ വഴിയിലേക്ക് മാറിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ബ്ലൂ സ്റ്റാറിന്റെ വഴി തെളിഞ്ഞു നല്ല നിരക്ക് മുന്നോട്ടേക്ക്. കാരണം വഴികളിൽ നിന്ന് ഒരു ടീം എന്ന് പറഞ്ഞാൽ ബ്ലൂ സ്റ്റാർ മാത്രമായി മാറുന്ന നിലയിലേക്ക് പുതിയ ജനറേഷനുകളുണ്ടായി. കുറേ ആൾ നമുക്ക് വഴി നഷ്ടപ്പെട്ടു പോയി, കുറേയേറെ ആൾ. ഞാൻ ചില ആളുകളുടെ പേര് മാത്രം പറഞ്ഞാൽ അത് ചിലപ്പോൾ മറ്റുള്ളവർ കൂടി ഉണ്ടല്ലോ എന്നുള്ളത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാവരുടെ പേര് ഞാൻ പറയുന്നു. നിങ്ങളുടെ ഓർമ്മകളിലുള്ള കുറേയേറെ ആളുകൾ കളിക്കാരായിട്ടുള്ളവർ നമുക്ക് ഈ കാലയളവിൽ നഷ്ടപ്പെട്ടു പോയി. CH അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. MP രവി, TV രജിത, നിമ്യ, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, K രവീന്ദ്രൻ, P ബാലചന്ദ്രൻ, T വിശ്വനാഥൻ, P രാജീവൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരള കണ്ണൂർ ജില്ലാ സമ്മേളനം ജനുവരി 5-ന് പയ്യന്നൂരിൽ നടക്കും. മുന്നോടിയായി കണ്ടോത്തു നിന്നും പയ്യന്നൂരിലേക്ക് നടന്ന ബൈക്ക് റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. സംഘടിപ്പിച്ച ബൈക്ക് റാലിയാണ് ഇതുവഴി കടന്നു വരുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കണ്ടോത്ത് വെച്ച് TCPATയുടെ കരുത്തരായ നേതാക്കന്മാർ മുൻ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VTV രാഘവൻ ശക്തിക്ക് മുന്നോട്ട് കരുത്തു പകരും. കണ്ടുകൊണ്ട് അവർക്ക് സംഘശക്തിയുടെ കരുത്തും അവകാശബോധത്തിന്റെ മുദ്രാവാക്യവും സമ്മാനിച്ച് കർമ്മവേദിയിൽ പ്രയാണം തുടരുന്ന മഹാപ്രസ്ഥാനമാണ് ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള അഥവാ TCPAT. കാങ്കോൽ ആലക്കാട് ശ്രീ കളരിക്കൽ ക്ഷേത്രം കളിയാട്ട മഹോത്സവം 2026 ജനുവരി 4 മുതൽ 8 വരെ നടക്കും. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.